എല്ലാവർക്കും നമസ്കാരം. ഇത് കോയമ്പത്തൂർ ശ്രീജിനിൻ ഹോളോ ബ്ലോക്ക് മെഷീൻ മാനുഫാക്ചറിംഗ്. ഞങ്ങളുടെ ഫാക്ടറി നോക്കാൻ പോയ ഒരുപാട് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. ട്രിപ്പിൾ വൈബ്രേറ്ററും 4ഉം 5ഉം 6ഉം ഓട്ടോ ഫീഡർ, ഫ്ലൈയാസ്, ഇന്റർലോക്ക്, പേർ ബ്ലോക്ക്, മഡിന്റെ ഇങ്ങനെ ഒരുപാട് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കാൻ പോണത് 860 മോഡൽ 5 വൈബ്രേറ്റർ ആണ്. വരും നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. നമുക്ക് ഈ മെഷീൻ വന്നിട്ട് 4 ഇഞ്ചിന്റെ 8 കട്ടയും 6 ഇഞ്ചിന്റെ 5 കട്ടയും 8 ഇഞ്ചിന്റെ 4 കട്ടയും ആ ഉള്ള മെഷീനാണ് ടൈപ്പ്. ഇത് 5 വൈബ്രേറ്റർ ആണ്. മെഷീന്റെ എല്ലാം പൗഡർ കോട്ടിംഗ് കളറാണ്. മൊത്തം A to Z എല്ലാം കളർ മാത്രം വേറെ വ്യത്യാസം. പക്ഷേ മെഷീൻ ഓപ്പറേറ്റിംഗ് എല്ലാം സെയിം ആണ്. ഞാൻ ഒരുപാട് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. ട്രിപ്പിളും 4 ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമർ ചോദിക്കുന്നുണ്ട്, സാർ ഞങ്ങൾ 5 വേണം, കട്ട നല്ല സ്ട്രെങ്ത് ആയി വേണം പറഞ്ഞപ്പോൾ ഈ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന്റെ പവർ മൊത്തം 10 HP മോട്ടോർ പവറാണ്. അതായത് വൈബ്രേറ്റർ മാത്രം 6 HP അത് കൂടാതെ പമ്പിന്റെ 3 HP ട്രാവലിന്റെ 1 HP അങ്ങനത്തെ ഉള്ള മോഡലാണ് ഇത്. ഒരു മോട്ടർ നമുക്ക് നോക്കാതെ ഇതാണ് വൈബ്രേഷൻ മോട്ടർ. ഇത് 3 HP ഒരു വൈബ്രേഷൻ മോട്ടറും ടോപ്പിൽ വന്നിട്ട് 1 HP 2 മോട്ടർ അങ്ങനെ ഇരിക്കുന്നു. ഇത് ഒന്ന് പമ്പ് മോട്ടറാണ്. ഇത് 3 HP. അത് കൂടാതെ സൈഡിൽ വന്നിട്ട് ഇവിടെ ഒന്ന് 1/2 HP ആ ഭാഗത്ത് ഒന്ന് 1/2 HP അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് വൈബ്രേഷന്റെ പറ്റാത്തത്. വൈബ്രേഷൻ എത്രയ്ക്ക് കൂടുതൽ പോകണ്ടോ അതൊക്കെ കട്ട നല്ല സ്ട്രെങ്തായി കിട്ടും. മെഷീന്റെ പമ്പ് യൂക്കോൺ പമ്പാണിത്. നല്ല ഹെവി ആയിരിക്കും പമ്പ്. വാൻ പമ്പാണിത്. ഇത് ഓയിൽ ടാങ്ക് ആണിത്. ഉള്ളിൽ വന്നിട്ട് 15 ലിറ്റർ ഹൈഡ്രോളിക് ഓയിൽ ഉള്ളിലുണ്ടാകും. അത് കൂടാതെ എല്ലാം JCBന്റെ പിസ്റ്റൺ ആളാണ്. 40 ടയർ ആളാണ്. ഇത് മെഷീൻ തൂക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഊക്കുന്ന വെച്ചിട്ടുണ്ട് ഞാൻ. അത് കൂടാതെ ഇവിടെ ഒരു പൈപ്പ് വെക്കാനുള്ള ഒരു പീസും ഓപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് വന്നിട്ട് ഇവിടെ വെൽഡിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇവിടെ ക്രാക്ക് ആകും, അപ്പോൾ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ സിലിണ്ടർ വന്നിട്ട് നല്ല ഹെവിയുള്ള സിലിണ്ടറാണ്. ഡബിൾ ഓയിൽ സീലാണ്. മുകളിൽ വന്നിട്ട് ഡബിൾ ലോക്ക് ഇട്ടിട്ടുണ്ടാകും. ഇത് വന്നിട്ട് സ്റ്റോപ്പർ പീസാണിത്. കട്ട് അഡ്ജസ്റ്റ്മെന്റ് ആകാനുള്ളത്. നമുക്ക് 8 ഇഞ്ച് വേണം, 8 ഇഞ്ച് വേണം, 7 ഇഞ്ച് വേണം അടിക്കാനുള്ള സ്റ്റോപ്പർ പീസാണ്. അതിലും TVS ബോൾട്ട് നട്ടുകളാണ്. എല്ലാം പൗഡർ കോട്ടിംഗ് മെത്തേഡാണ്. ഇത് പാനൽ ബോർഡ്. ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഇത് പമ്പ് ഓൺ ഓഫ്, വൈബ്രേറ്റർ, പിന്നെ ഓട്ടോമാറ്റിക് വൈബ്രേറ്റർ, ട്രാവലിംഗ്, റിവേഴ്സ് ഫോർവേഡ്. അത് കൂടാതെ ഇത് വാൾവ്. ഇതൊന്ന് താഴെയുള്ള ഡയക്കും ഇത് മുകളിലുള്ള ഡയക്കും. ഇത് മൊത്തം സബ്ജക്റ്റ് അങ്ങനെ. താഴെയുള്ള വൈബ്രേഷൻ നല്ല ഹെവി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല ഹെവിയുള്ള പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത് തന്നെ ഇത് 5 ഇഞ്ചിന്റെ ചാനൽ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികം ഞാൻ അവിടെ വന്നിട്ട് ഒരു 3 ചാനൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ അത് 5 കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ വൈബ്രേഷൻ എത്ര ഒരുപാട് പോകുന്നുണ്ടോ അത്രയ്ക്ക് മെഷീൻ നല്ല ഹെവി ആയിരിക്കും. പ്രത്യേകിച്ചിട്ട് ഇവിടെ വന്നിട്ട് 5 ഇഞ്ച് ചാനലാണിത്. വൈബ്രേഷൻ 5 വൈബ്രേറ്റർ പോകുമ്പോൾ ചാനലെല്ലാം ഫ്രെയിമെല്ലാം വലുതായിട്ട് വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഈ ഫ്രെയിം മൊത്തം എല്ലാം ഹെവി ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കാൻ പോയാൽ എൻ്റെ ഉയരം ഒപ്പം ഉണ്ടാവും ഈ മെഷീൻ്റെ ഉയരം. അത് കൂടാതെ ഇവിടെ വന്നിട്ട് ന്യൂമാറ്റിക് ലിമിറ്റ് സ്വിച്ച് ഒന്ന് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇത് വൈബ്രേറ്റ് കട്ട് ഓഫ് ഉള്ള ലിമിറ്റ് സ്വിച്ച് ആണ്. അപ്പോൾ അത് കൂടാതെ ഇവിടെ ഒന്ന് ഓൺ ഓഫ് സ്വിച്ച് എമർജൻസിക്ക് ഒന്ന് അതും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എല്ലാം ഡൈ നല്ല 6M പ്ലേറ്റ് ആണ്. മൊത്തം 6M പ്ലേറ്റും മുകളിലെല്ലാം 10M പ്ലേറ്റും. ഇത് ചാനൽ ബോക്സ് ആണ്. എല്ലാം ഡൈ ഒക്കെ നല്ല ഹെവി ആയിരിക്കും. എല്ലാ ഡൈ അങ്ങനെ തന്നെ. എല്ലാം 6M പ്ലേറ്റും മുകളിൽ 10M പ്ലേറ്റും. പിന്നെ എല്ലാം വൈസാക്കിന്റെ സ്റ്റീലാണ് എല്ലാ മെറ്റീരിയലും. ഈ മുമ്പിലുള്ള വീല് നോക്കി നല്ല ഫ്രീ ആയിരിക്കും. അതായത് നമ്മൾ എടുത്ത് കൊണ്ടുപോകും, മെഷീൻ കൊണ്ടുപോകുമ്പോൾ നല്ല ഫ്രീ ആയിരിക്കും. അപ്പോൾ അതിന്റെ പൈപ്പും ഇതിന്റെ നോക്കുമ്പോൾ നല്ല വലിയ ഹാൻഡിലായിരിക്കും. പൊക്കിയെടുക്കുമ്പോൾ നല്ല ഫ്രീ ആയിരിക്കും. അത് കൂടാതെ ഇവിടെ ഞാൻ റബ്ബർ മോണ്ടി കൊടുത്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഇതിന്റെ ഇടയിൽ റബ്ബർ കൊടുത്തിട്ടുണ്ടാവും. ഈ വൈബ്രേഷൻ മോഡ് നമ്മൾ ഉള്ളിൽ ഇടുമ്പോൾ ഈ മണ്ണ് ഉള്ളിൽ പോകാൻ പാടില്ല. അതിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ റബ്ബർ, ആ ഭാഗത്ത് റബ്ബർ, 4 ഭാഗത്ത് റബ്ബർ കൊടുത്തിട്ടുണ്ടാകും. അത് കൂടാതെ ഇവിടെ വന്നിട്ട് 5/8 ബുള്ളറ്റ് ചെയിനാണിത്. ഇത് നല്ല വലിയ ചെയിനാണിത്. ഇത് ടീത്താണ്. എല്ലാ ടീത്ത് വന്നിട്ട് നല്ല ടെമ്പറുള്ള സാധനങ്ങളാണ് എല്ലാം. ഇത് വന്നിട്ട് ഗിയർ ബോക്സ്, ഉള്ളിൽ ഓയിൽ ഒഴിച്ചു തന്നെ കൊടുക്കും ഞാൻ. ഇപ്പൊ നിങ്ങൾ മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പാക്കേജ് കൂടി വാങ്ങിക്കാം. അതായത് മെഷീൻ മാത്രമല്ല, മെഷീന്റെ കൂട്ടത്തിൽ ഈ മിക്സറും പിന്നെ ട്രോളിയും പിന്നെ ഡൈ സെറ്റുകൾ 12/4, 12/6, 12/8 അങ്ങനെ ഡൈ സെറ്റും വാങ്ങിക്കാം. നമുക്ക് ട്രോളി, ബിൽഷിപ്പ് ട്രോളി എല്ലാം പാക്കേജ് വാങ്ങിക്കാം. അല്ല സാർ നമുക്ക് വേണ്ട, ഓൾറെഡി റണ്ണിംഗ് ഉണ്ട്, ഫാക്ടറി റണ്ണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ മിക്സർ ട്രോളിയൊക്കെ ഉണ്ട്, എനിക്ക് മെഷീൻ മാത്രം മതി പറഞ്ഞാൽ ഞാൻ മെഷീനെ സപ്ലൈ ചെയ്യും. ഈ മെഷീനെ കുറിച്ച് ചെറുതായ കാര്യങ്ങൾ നോക്കി ഇതിന്റെ ചെറിയ ഡെമോ എൻ്റെ ഫാക്ടറിയുടെ വരും, നമുക്ക് അതുകൂടി നോക്കാം.
ഇപ്പോൾ ഈ മെഷീനിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെറുതായി നോക്കി. ഇപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുക, എനിക്ക് വിളിച്ചോളൂ. ഇനി ഞാൻ വിശദമായി ക്ലിയറായി പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.